ഹായ് ഗായ്സ്. ലാസ്റ്റ് ഡേ സർവമായ മൂവി കാണാനായിട്ടിടയായി. നല്ല അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. നല്ലൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ഒരു ഫെസ്റ്റിവൽ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എല്ലാ ചേരുവകളും ഉള്ള ഒരു നല്ലൊരു ഒരു നല്ലൊരു കഥയുള്ള ഒരു കുഞ്ഞൻ സിനിമ. നമ്മളെ എൻഗേജ്ഡായിട്ട് നിർത്തി നല്ല രീതിയിൽ കഥ പറഞ്ഞ് നല്ല നല്ല ഹ്യൂമറുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് പരിപാടികൾ ഒക്കെ ഉണ്ട്. മനുഷ്യന്മാരുടെ ഇടയിലുള്ള കണക്ഷൻസ് കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറേ പോയിന്റുകൾ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനോട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജസ്റ്റിൻ പ്രഭാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമായിട്ടുണ്ട്. പോരാത്തതിന് പാട്ടുകളാണെങ്കിൽ പോലും തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. പിന്നെ ഒരു എഡിറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സമയം അറിയുന്നില്ല. പടം പടപടാന്ന് ഭയങ്കര സ്പീഡിലാണ് പടം പോകുന്നത്. സോ എല്ലാവരും പടം കാണുക. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിവിൻ ചേട്ടൻ്റെയും അജുവേൻ്റെയും കോംബോ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും അവരൊരു പഴയ പടങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ബ്രിങ് ബാക്ക് മൊമെൻറ്റുകൾ കുറേ ഇവരൊരു കോംബോ തന്നെ ഭയങ്കര രസമായിരുന്നു പടത്തിൽ കാണാം. പക്ഷേ എൻ്റെ ഇതിൽ ഫേവററ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നിവിൻ ചേട്ടൻ്റെയും പിന്നെ റിയാഷിബ് ചെയ്തൊരു ക്യാരക്ടറുണ്ട്, ഡെലുലു എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഭയങ്കര രസമാണ്. അത് തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഒരു ഹ്യൂമർ സ്റ്റൈലിൽ തുടങ്ങുന്ന ഈ പടം എൻഡ് ചെയ്യുന്നത് ചെറിയൊരു നമ്മൾ ഒരു കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ളൊരു എൻഡിങ് സ്റ്റൈലിലാണ് ഈ പടം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഫാമിലി റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പോഴത്തെ പടങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു സീനാണ് സെക്കൻഡ് ഹാഫിൽ. ഒരു ഫാമിലി റൗണ്ട് ടേബിൾ ഒരു സീക്വൻസ് ഉണ്ട്. നല്ല രസമായിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്നതാണെങ്കിലും മൂവി ത്രൂഔട്ട് പോയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല ഫീലാണ്. നമ്മൾ ഒരു ചിരിയോട് കൂടിയിട്ട് ഈ പടം കണ്ടു തുടങ്ങുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ഒരു എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടറിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകും. നമ്മുടെ ഒരു ഫേവററ്റ് ആയിട്ട് മാറും. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ഒരു ക്യാരക്ടർ പോരാത്തിന് നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആവുകയും ചെയ്യും. നമ്മൾ എന്താ പറയുക, കരയുന്ന ഒരു രീതിയിലേക്കുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരെ എത്തും ഈ മൂവി, എത്തിക്കും നമ്മളെ. അത്രത്തോളം ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു എൻഡിങ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിവിൻ ചേട്ടൻ്റെ ഒരു വലിയൊരു കംബാക്ക് തന്നെയാണ് ഈ പടം. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരു ഗംഭീര കുറേ നാൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയൊരു പടമാണ്. സോ എല്ലാവരും പടം പോയി കാണുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അൻറ്റിൽ നെക്സ്റ്റ് ടൈം.